ഹായ്, ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് സ്റ്റാക്ക് എഫക്റ്റ് എന്നാണ്. എന്താണ് സ്റ്റാക്ക് എഫക്റ്റ്? അതെന്താണ്? ഒരു സിസ്റ്റം ഓഫ് വെന്റിലേഷൻ തന്നെയാണ്. ഒരു വെന്റിലേഷൻ ഒരു സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റാക്ക് എഫക്റ്റ് മെയിൻ ആയിട്ട് നമുക്ക് എയർ ഡിഫറൻസ് കൊണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് സ്റ്റാക്ക് എഫക്റ്റ് എന്ന ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്, വീടുകളിൽ അധികം ടോൾ ബിൽഡിങ്സിൽ ചിമ്മിനീസിലൊക്കെ ടോപ്പിൽ എന്ത് ചെയ്യും, ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റൂമിൻ്റെ ഉള്ളിലുള്ള ടോൾ ബിൽഡിങ്സിൻ്റെ ഉള്ളിലുള്ള എയർ എന്ത് ചെയ്യും, ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ലോ ഡെൻസിറ്റി ഉള്ള അല്ലെങ്കിൽ വാം ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, താഴെ ലോവറിൽ നിന്ന് ടോൾ പ്ലേസിലേക്ക് ഉയർന്നു പോകും. അപ്പോൾ താഴ്ഭാഗം എന്ത് ചെയ്യും, താഴ്ഭാഗത്തെ വേക്കൻറ്റ് സ്പേസിലേക്ക് കൂൾ എയർ വരും. അങ്ങനെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡ് സ്റ്റാക്ക് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിമ്മിനി എഫക്റ്റ് എന്ന് പറയും. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ താഴെ എയർ മിക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ആ മിക്സ്ഡ് എയറിൽ നിന്ന് എന്ത് ചെയ്യും, ആ വാം എയർ ഔട്ട്ലെറ്റ് വഴി അല്ലെങ്കിൽ ചിമ്മിനി വഴി പുറത്തേക്ക് പോകും. അപ്പോൾ ആ വേക്കൻറ്റ് സ്പേസിലേക്ക് കൂൾ എയർ വരും. ഇതിനാണ് നമ്മൾ സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. എന്താ സ്റ്റാക്ക് എഫക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ തെർമൽ ഫോഴ്സസ് ആൻഡ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എന്താണോ ഏറ്റവും എളുപ്പമുള്ള ഡെഫിനേഷൻ അത് എപ്പോഴും എഴുതാം. ഇത് ഫിഗറിൽ നിന്ന് മനസ്സിലാവും, ഔട്ട്ഡോർ എയർ വരുന്നു, അത് പുറത്ത് ചിമ്മിനി വഴി എന്ത് ചെയ്യുന്നു, വാം ആയിട്ടുള്ള എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എപ്പോഴും സ്റ്റാക്ക് എഫക്റ്റ് എന്താണ്, തെർമൽ ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ പ്രഷർ ഡിഫറൻസ് കൊണ്ടോ ഉണ്ടാകുന്നതാണ്. ഹോട്ട് എയർ ആയിരിക്കും, വാം എയർ ആയിരിക്കും, താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോവുക, ആ പ്ലേസിലേക്ക് കൂൾ എയർ വരും. ഓക്കെ.